നമസ്കാരം. പ്രോഫിറ്റ് 24 ഡെയിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വ്യാപാര കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങളിൽ ഒപ്പിട്ട് ഇന്ത്യയും യുഎസും. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് $30 ട്രില്യൺ വിപണി തുറന്നിടുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സുഗന്ധദ്രവ്യങ്ങൾ, കശുവണ്ടി, തേങ്ങ, തേയില, കാപ്പി തുടങ്ങി $45 ബില്യൺ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 0 നികുതിയാവും യുഎസ് ഈടാക്കുകയെന്നും ഗോയൽ പറഞ്ഞു. ഇന്ത്യയുടെ മേൽ ചുമത്തിയ പരസ്പര താരിഫ് പിൻവലിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള ഇറക്കുമതി തീരുവ 50-ൽ നിന്ന് 18% കുറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താമെന്നും യുഎസിൽ നിന്ന് ഊർജ്ജോൽപ്പന്നങ്ങൾ വാങ്ങാമെന്നും ഇന്ത്യ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. മൂന്നാം പാദ ഫലങ്ങൾ പുറത്തുവിട്ട് SBI. മുൻ വർഷത്തെ അപേക്ഷിച്ച് മൂന്നാം പാദത്തിൽ SBIയുടെ ലാഭം 24.5% ഉയർന്ന് 21,028 കോടി രൂപയിലെത്തി. ആകെ വരുമാനം 9.7% വർദ്ധിച്ച് 1,40,914 കോടി രൂപയായി. 57 ട്രില്യൺ രൂപയിലേക്ക് നിക്ഷേപങ്ങൾ ഉയർന്നു. NBA 12.7% താഴ്ന്ന് 73,637 കോടി രൂപയായി. ഇടിവിന് ശേഷം ശക്തമായി തിരിച്ചുകയറി സ്വർണ്ണവില. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ 10 ഗ്രാം സ്വർണത്തിന്റെ ഏപ്രിലിലെ അവധി വില 2% ഉയർന്ന് 1,55,374 രൂപയിലെത്തി. വെള്ളിയുടെ മാർച്ചിലെ അവധി വില കിലോയ്ക്ക് 3% വർദ്ധിച്ച് 2,50,300 രൂപയായി. കേരളത്തിൽ സ്വർണം പവന് 2,720 രൂപ വർദ്ധിച്ച് 1,14,840 രൂപയായി. ഡോളറിന്റെ മൂല്യം താഴ്ന്നതാണ് സ്വർണത്തിന് നേട്ടമായത്. BCCIയുടെ പുതിയ വാർഷിക കരാറുകളിൽ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും B കാറ്റഗറിയിലേക്ക് തരം താഴ്ത്തൽ. ഇവരെ ഉൾപ്പെടുത്തിയിരുന്ന A+ കാറ്റഗറി BCCI ഒഴിവാക്കി. T20 ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഈ വിഭാഗത്തിലാവും ഉണ്ടാവുക. ശുഭ്മാൻ ഗിൽ, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങൾ മാത്രമാവും ഏറ്റവും മുന്തിയ A കാറ്റഗറിയിൽ ഉണ്ടാവുക. A+ വിഭാഗത്തിൽ 7 കോടി രൂപയും A ഗ്രേഡിൽ 5 കോടി രൂപയും B വിഭാഗത്തിൽ 3 കോടി രൂപയുമാണ് പ്രതിവർഷ വേതനം. 1 കോടി രൂപ വേതനം ലഭിക്കുന്ന C ഗ്രൂപ്പിലാണ് സഞ്ജു സാംസൺ.